സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മ പെങ്ങന്മാരെ, എന്റെ ആരാധ്യർ, നഗ്ന നേത്രങ്ങളാൽ ദൃശ്യമാവുന്നത് മുഴുവൻ പരമമായ സത്യമായിക്കൊള്ളണമെന്നില്ല. പഞ്ചഭൂതങ്ങളും പഞ്ചേന്ദ്രിയങ്ങളും ആവർത്തനത്തിന്റെ നിഗൂഢതയിൽ സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ഉത്ഭൂതമാകുന്ന ജുഗുപ്സാവഹമായ വെറും തോന്നലാവാം അത്. സുഹൃത്തെ, എത്ര വിശദീകരിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കാത്ത 1000 പരിരംഭണങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. தொடர்ந்து வரும் நீதானே மெய்யெழுத்து, நான் போடும் கையெழுத்து அன்பே. உலகம் மொழியில் வரும் எல்லாமே நேரெழுத்து, காதல் தான் கண்ணெழுத்து அன்பே. மயிலிறகே மயிலிறகே வருடுகிறாய் மெல்ல, மழை நிலவே மழை நிலவே விழியில் எல்லாம் ജോണച്ച, അമ്മയെ കാണാൻ വന്നപ്പോൾ ജനിച്ചേച്ചിയെ കൂടെ കൊണ്ടുവരായിരുന്നു. പാവം, അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. എൻ്റെ ക്ലാരമ്മയെ കൊല്ലാതിരുന്നാൽ മതിയായിരുന്നു ആ സാധനം. ആടാ, നീ പോകുന്നിടത്തല്ല ആ ശവത്തിന് കൂടെ കിട്ടിയെടുത്തോണ്ട് പോവാ. ഞാനൊന്നും പറയണില്ല. അല്ല വിഷ്ണു, നിന്നെ ദേവികാന്റിക്ക് അറിയാലോ അല്ലേ? എന്റെ ജോണിച്ചായ, ഇനി ആരെയൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താ, ഈ നിൽക്കുന്ന കുരിപ്പിന് അറിയാലോ, അതുപോലെ ഇതവരെ മോനല്ലേ. സോ സിമ്പിൾ. എന്താ അല്ലേ ഇടക്കിച്ചു? എല്ലടകിച്ചു ജോണിച്ചാന എന്തടി നിനക്കൊരു ഇളക്കം? ദരിദ്രവാസി, എഴുതാപ്പുറം വായിക്കല്ലേ. അവൻ ജോണച്ചാന്നല്ലേ വിളിക്കുന്നേ. അപ്പൊ പിന്നെ എനിക്ക് ജോണച്ചാന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജോണിച്ചായെന്ന് വിളിച്ചതാ. ഉടനെ ഇളക്കാൻ പോലും. മനുഷ്യന് നേരെ നിൽക്കാനും ചിന്തിക്കാനും സമയട്ടെ, എപ്പോഴാണ് ഇളവാൻ പോണത്. ഒന്നുമില്ല ജോണിച്ച, അവന് കുറച്ച് മാനസിക പിരിമുറുക്കമുള്ളതാ, അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു. മാനസിക പിരിമുറുക്കമുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ തോന്നുന്നു? അതുകൊള്ളാല്ല. ഓ എനിക്ക് മാനസിക പിരിമുറുക്കാണെങ്കിൽ ഇവിടെ ചിലരോടൊക്കെ എന്തൊക്കെ മുറുക്കങ്ങളാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് സാഹചര്യമൊക്കെ വരുമ്പോ എല്ലാവരും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് തന്നാ മതി. ഓ സോ സാഡ്. ആ സാഹചര്യം ജീവിതകാലത്ത് നിനക്ക് വരുമെന്ന് തോന്നില്ല കേട്ടാ. മിണ്ടാ നിന്നോ, ഇല്ലെങ്കിൽ നിന്റെ നാറിയ കഥ മുഴുവൻ ഇവിടെ വിളമ്പും. അതെന്താ അമ്മ നാറിയ കഥ? എന്താ വിഷ്ണു ചേട്ടൻ കുളിക്കാറില്ലേ? കിച്ചു മോനെങ്ങനെ ഒറ്റയ്ക്ക്? ആരോടെ വന്നേ? ആന്റി, ഞങ്ങളുടെ കൂടെയാ. ഞാൻ വിഷ്ണു, അങ്കിതിന്റെ ഫ്രണ്ടാണ്. ആന്റിക്ക് അറിയും, അവൻ പറഞ്ഞാണല്ലോ. വിഷ്ണു, അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് മോനെ. അല്ല, യവനങ്ങനെ ആരോടെയും പുറത്ത് പോവാത്താണല്ലോ. നിങ്ങളെയൊക്കെ യവന് അറിയാവോ? അപ്പോ ദേവിക ആന്റി, ഞാനും കിച്ചുവും ആക്ച്വലി ഒരുമിച്ചാ പഠിക്കുന്നത്. ഞാൻ അവനെക്കാളും മൂത്തതാണ്. ഞാൻ അച്ചുവിൻ്റെ കൂടെയാണ് പഠിച്ചത്, ഐ മീൻ അങ്കിതിൻ്റെ കൂടെ. പിന്നെ MBBS എനിക്ക് പറ്റാത്തതുകൊണ്ട് നിർത്തിയിട്ടിപ്പോൾ കിച്ചിൻ്റെ കൂടെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തേക്കുക. അതുകൊണ്ട് ഞങ്ങൾ ക്ലാസ്മേറ്റ്സാ, പിന്നെ ഐ മീൻ കോളേജ് മേറ്റ്സാ. പിന്നെ ഞങ്ങളെല്ലാവരും അവനറിയാം. ഇപ്പൊ കിച്ചു നിൽക്കുന്നത് ഈ ജോണച്ചായൻ്റെ കൂടെയാണ്. അതുകൊണ്ട് ജോണച്ചായനുമായിട്ട് നല്ല കമ്പനിയാണ്. ഹീസ് ലൈക്ക് എ ബ്രദർ. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വന്നതിന് കുഴപ്പമില്ല. അവനെ അമ്മയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ അച്ചുവിനോട് ചോദിച്ചിട്ട് കൊണ്ടുവന്നതാ. ആൻറ്റി ആർ യു ഓക്കെ? യാ ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. എവൻ ഓക്കെ ആണോന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഐ എം ഓക്കെ മോളെ. എനിക്ക് എൻ്റെ മക്കളിൽ ആരെക്കുറിച്ചും ടെൻഷനില്ല, ഇവനെക്കുറിച്ച് മാത്രം. ഇന്നലെ കൂടി വിചാരിച്ചേ ഉള്ളൂ എൻ്റെ കിച്ചുവിനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നോ ഐ എം പെർഫെക്റ്റ്ലി ഓക്കെ. കണ്ടല്ലോ, അത് മതി. ആന്റിയുടെ കിച്ചു സേഫ് ആന്റി. എത്ര നാളും എന്റെ കൂടെ കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ കൂടെ കാണുന്നിടത്തോളം ഞാൻ അവനെ പൊന്നുപോലെ നോക്കും, ഇതെന്റെ വാക്കാ. അതിനുശേഷം ഇവനെ എന്റെ ഏൽപ്പിച്ചത് അങ്കിത. ഞാൻ അങ്കിതിന്റെ തിരിച്ചു കൊടുക്കും.
പിന്നെ എൻ്റെ അടുത്ത് നിൽക്കുന്നേക്കാളും ഈ ലോകത്ത് ആരടുത്ത് നിൽക്കുന്നേക്കാളും അവൻ അങ്കിതിൻ്റെ അടുത്ത് ഇന്ന് സേഫ് ആയിരിക്കുമെന്ന് ആൻറ്റിക്ക് അറിയാലോ. എനിവേ നിങ്ങൾ സംസാരിക്കും. വിഷ്ണു വാ, നമുക്ക് പുറത്തേക്കാം. ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യാം ആൻറ്റി. സംസാരിച്ചിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി. അധികം നേരമില്ല, ഞങ്ങൾ ഇന്ന് സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ അധികം നേരം സംസാരിക്കാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞത്. ഇന്ന് വിസിറ്റ് ഡേ അല്ലെന്നാ പറഞ്ഞത്. എന്നാ അവനെ അങ്ങ് സംസാരിച്ചിട്ട് ആൻറ്റി പെട്ടെന്ന് വിട്ടാൽ മതി. ആ മോനെ. കിച്ചു കഴിച്ചായിരുന്നോ? ആ കഴിച്ചു. ഞാൻ അമ്മയോട് പിണക്കാ. അമ്മ എന്താ കല്യാണത്തിന് വരാത്തെ? എല്ലാവരും ഉണ്ടായിരുന്നു, അമ്മ മാത്രമില്ലായിരുന്നു. എനിക്കറിയാം അമ്മ ഇവിടെ ആയതുകൊണ്ടാണ് വരാത്തേന്ന്. ഞാനിപ്പോൾ പണ്ടത്തെ കിച്ചൊന്നുമല്ല, എനിക്കൊരു വയ്യായികയില്ല. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അമ്മ ഇല്ലാതെ കല്യാണം നടത്തിയതിന് നല്ല വിഷമമുണ്ട് എനിക്കും കാശിയേട്ടനും. ആഹാ, ഇതാരാ സംസാരിക്കുന്നേ? വലിയ ആൾക്കാരെ പോലെ ഉണ്ടല്ലോ. ഇപ്പൊ ഏതായാലും നല്ല മൂഡിലാന്ന് മനസ്സിലായി. ആ സ്ഥിതിക്ക് പറയട്ടെ, അമ്മ ഇല്ലെങ്കിൽ എന്താ, അമ്മയുടെ അനുഗ്രഹം എന്നും എൻ്റെ മക്കളുടെ കൂടെ കാണും. പിന്നെ ഇനി അച്ഛൻ്റെ കല്യാണമല്ലേ, അപ്പൊ അമ്മയും കാണും കൂടെ. നമുക്ക് അടിച്ചു പൊളിക്കാം. അല്ല, കിച്ചുമോൻ ഇന്ദ്രയായിട്ടുള്ള ലൈഫില് ഹാപ്പിയാണോ? കള്ളം പറയരുത് അമ്മയോട്. അമ്മയോടും അച്ഛനോടും കള്ളം പറയാൻ കിച്ചുവിന് പറ്റത്തില്ല എന്ന് അമ്മയ്ക്കറിയാലോ. പക്ഷെ എന്നാലും ഞാൻ അച്ഛനോട് കള്ളം പറഞ്ഞു. ഇനി അമ്മയോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. അമ്മയോട് പറഞ്ഞില്ലെങ്കിലും അച്ചു പറഞ്ഞ അമ്മ ഇതെല്ലാം അറിയും. അതൊക്കെ എനിക്കറിയാം. ഹാപ്പിയാണോ എന്ന് ചോദിച്ചാൽ 100% ഒന്നും ഹാപ്പിയല്ല. പക്ഷേ ഞാൻ സ്നേഹിച്ച ആളെ കിട്ടിയ സന്തോഷമൊക്കെ ഉണ്ട് അമ്മ എനിക്ക്. പിന്നെ ലൈഫായിട്ടൊന്ന് ഇതായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ അച്ചു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, ഇന്ദിരയെ നേരെയാക്കി എൻ്റെ കൈ കൊണ്ട് വച്ച് തരുമെന്ന്. അതുവരെ ഞാനിവിടെ ജോണച്ചൻ്റെ കൂടെയും അവിടെ കിച്ചുവായിട്ട് എൻ്റെ അച്ചുവും ഇന്ദിരയുടെ അടുത്ത് കാണും. ഇതാ പ്രോമിസ് ചെയ്തിട്ട് പോയേക്കുന്നേ. എന്താവോ എന്തോ. എന്തൊക്കെയാ കിച്ചു നീ പറയുന്നേ? അവിടെ നീ ആയിട്ട് അച്ചു നിൽക്കുന്നോ, അതോ അവന്റെ ഹസ്ബൻഡായിട്ടോ? നിങ്ങൾ എന്താ മക്കളെ കാണിക്കുന്നേ? അവരതൊക്കെ അറിഞ്ഞ് എന്താ ഉണ്ടാവാന്നറിയോ? അപ്പൊ അവൻ നിന്നോട് എന്തൊക്കെയോ കാണിച്ചിട്ടുണ്ട്. അല്ലാതെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് അച്ചു കയറി ഇടപെടത്തില്ല. എന്താ അവൻ നിന്നെ ഉപദ്രവിക്കുകയോ എല്ലാം ചെയ്തോ? അതമ്മ ഉപദ്രവിച്ചു. ഇതൊക്കെ അച്ചു പറഞ്ഞ അമ്മ അറിയത്തില്ലേ? ഞാൻ കള്ളം പറഞ്ഞിട്ട് വേണോ ഇനി നിങ്ങൾക്ക് രണ്ടുപേരും അറിയുമ്പോഴത്തേക്കും എന്നെ കുറ്റക്കാരനാക്കാൻ? എന്നെ ഒരുപാട് തല്ലുമായിരുന്നു, എന്നെ സെക്സ്വലി അബ്യൂസ് ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ദിര പാവമാ അമ്മ. അവനിപ്പോൾ നേരെ ആയില്ലെങ്കിൽ അച്ചു നേരെയാക്കി തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കിച്ചുവിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, കിച്ചുവിനെ ഒരുപാട് അടിച്ചിട്ടുണ്ട്. പക്ഷെ അതുപോലെ കിച്ചുവിനെ സ്നേഹിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് കിച്ചുവിനെ ഇഷ്ടമാ. പക്ഷെ ഇന്ത്യക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയാത്തതാ അമ്മേ. സ്നേഹം? കിച്ചുവേ, ഇത് കുട്ടിക്കളിയല്ല, നിന്റെ ലൈഫാ. സെക്സ്വലി അബ്യൂസ് ചെയ്യുന്നൊക്കെ നീ എത്ര നിസ്സാരമായിട്ടാ കിച്ചുവേ പറയുന്നേ? യു മീൻ റേപ്പ്? അവൻ നിന്നെ റേപ്പ് ചെയ്തോ? അല്ല, അതെ, അങ്ങനെയാ ഡോക്ടർ പറഞ്ഞേ. പക്ഷെ അങ്ങനെ അല്ല. അത് അന്ന് ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തോണ്ടാ അമ്മ. ഇന്ദിര അറിഞ്ഞോണ്ടല്ല, അത് അറിയാതെ പറ്റിപ്പോയതാ, ദേഷ്യത്തിന്റെ പുറത്ത്. മതി നിന്റെ എക്സ്പ്ലനേഷനൊക്കെ, അവനെ പുണ്യാളനാക്കാനായിട്ടുള്ള. എനിക്ക് മനസ്സിലായി, അറിയാതെ പറ്റിയതാണോ അറിഞ്ഞുകൊണ്ട് പറ്റിയതാണോ എന്നൊക്കെ. നീ പുറത്ത് ചെല്ല്, പോയിട്ട് അവിടുന്ന് ജോൺ എന്ന് പറഞ്ഞില്ലേ, ആ പയ്യനെ ഇങ്ങോട്ട് പറഞ്ഞോട്. എനിക്ക് അവനോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. അതെന്താ? അപ്പൊ അമ്മയ്ക്ക് എന്നോട് സംസാരിക്കണ്ടേ? ഞാൻ അമ്മയെ കാണാനും സംസാരിക്കാനും അല്ലേ അവരെ നിർബന്ധിച്ച് കാല് പിടിച്ച് ഇവിടം വരെ വന്നേ. അതെ, ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിച്ചിരുന്നത്. നിന്നെ കണ്ടപ്പോ സ്വർഗം കിട്ടിയ ഫീൽ തന്നെ ആയിരുന്നു കിച്ചുമോനെ. പക്ഷേ ഇപ്പൊ അതിനേക്കാൾ എനിക്ക് പ്രാധാന്യം നിന്റെ സേഫ്റ്റിയാ. പോരാൻറ്റ് എന്റെ ഒരു കുഞ്ഞും കൂടെ അവന്റെ അടുത്തല്ലേ. ഞാൻ എന്ത് ധൈര്യത്തിലൂടെ നിൽക്കും? നീ പോയിട്ട് അവനോട് വരാൻ പറ.
ഓ പിന്നെ എടാ, എന്റെ അച്ഛൻ കഞ്ചാവ് വലിക്കുന്നത് നീ കണ്ടടാ കാവറക്കി. കുറെ ദിവസമായാലും നീ എന്റെ അച്ഛൻ കഞ്ചാവ് വലിച്ചെന്ന് പറയാൻ തുടങ്ങിയിട്ട്. എന്റെ പൊട്ടയെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ നിന്നെ പോലും നിന്റെ താന്ത നമ്പൂതിരിയെ ഞാൻ വന്ന് കൊല്ലും. ഓ പിന്നെ നിന്റെ തന്ത കത്തനാറ അങ്ങോട്ട് കൊല്ലാൻ വരുമ്പോ എന്റെ അച്ഛൻ നമ്പൂതിരി അങ്ങ് നിന്ന് കയറിയില്ലേ? ഒന്ന് പോടി ഈർക്കൽ കൊലെ മുടിയും മുമ്പിലോട്ട് ഇട്ട അവളെ അമ്മൂമ്മയുടെ നിന്റെ അച്ഛൻ കഞ്ചാവ് വലിച്ചതും അന്ന് ആ റോട്ടില് ആ പള്ളി പെരുന്നാളിന്റെ ആ സമയത്ത് ആ റോട്ടിൽ കിടന്ന് കാണിച്ച അലിമ്പത്തിലൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. എടാ, നിന്റെ അച്ഛൻ നമ്പൂതിരി കുളക്കടവിലെ സൂര്യ നമസ്കാരത്തിനൊന്നും പറഞ്ഞോണ്ട് സൂര്യ നമസ്കാരമല്ലോ. ഓ, എന്തൊരു സംഭവം ഉണ്ടല്ലോ. അതിന് കുളിക്കാൻ പോകുന്ന അപ്പുറത്തെ പെണ്ണുങ്ങൾ കുളിക്കാൻ വരുന്ന കാണാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ മോൻ ഡയലോഗ് അടിക്കല്ലേ. ഓ, നീയൊക്കെ നിന്റെയൊക്കെ തിരുവാവുന്ന അടയ്ക്കോ? ഇത് ജയിലാ, അല്ലാതെ പാർക്കല്ല. ഓ, അല്ലാത്ത ഏത് നേരത്താണോ ഈ രണ്ടെണ്ണത്തിനും കൂടെ എടുത്തോണ്ട് വരാൻ തോന്നിയത്? ആ ചെറുക്കനെയും കൊണ്ട് പരിക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. അവനില്ല, അവനെ കൊണ്ടില്ല ഇത്രയും ശല്യം. ആ, ഇതേ വരുന്നുണ്ട്. ഇവന്റെ മോന്ത എന്ത് പോയതുപോലും ഇല്ലല്ലോ. എന്താ ഈച്ചതിന്റെ മോന്ത കടന്നിലെത്തിയാലിരിക്കുന്നത്? എന്താ പറ്റി? അമ്മ എന്താ നിന്നോടൊന്നും മിണ്ടിയില്ലേ? എന്നോട് എൻ്റെ അമ്മ മിണ്ടിയാലും മിണ്ടിയില്ലെങ്കിലും വിഷ്ണു ചേട്ടൻ എന്താ? ചേട്ടൻ്റെ അമ്മയല്ലല്ലോ, എൻ്റെ അമ്മയല്ലേ. എന്നോട് ആരും സംസാരിക്കാൻ വരണ്ട. ജോണച്ചാനെ അമ്മ വിളിക്കുന്നുണ്ടോ അകത്തോട്ട് ചെല്ലാൻ പറഞ്ഞു. അമ്മയ്ക്ക് എന്നോട് സംസാരിക്കാൻ നേരമില്ല, ജോണച്ചാനോട് സംസാരിക്കാൻ നേരമുണ്ട്. അല്ലേലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, അച്ഛോ കാണുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കും. ആന്റി, എന്താ ആന്റി ഒറ്റയ്ക്ക് കാണണമെന്ന് പറഞ്ഞു എന്ന് കിച്ചു പറഞ്ഞു. എന്തേലും ഇഷ്യൂ ഉണ്ടോ ആന്റി? അവനെന്തേലും പറഞ്ഞോ? ജോൺ അവൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ വ്യക്തമായൊരു ക്ലാരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാ അതിനൊക്കെ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത്. അവൻ എന്നോട് കള്ളം പറയില്ല എന്ന് എനിക്കറിയാം. അതവനെ കൊണ്ട് പണ്ടേ പറ്റാത്ത കാര്യമാണ്. ശ്രമിക്കും, കൂടിപ്പോയ ഒരാഴ്ചയൊക്കെ പിടിച്ചു നിൽക്കും. അതിനുശേഷം അവൻ തന്നെ അതൊക്കെ തുറന്നു പറയും അത് കള്ളമാണെന്നും പറഞ്ഞു. ബട്ട് ഇപ്പൊ അവൻ എന്നോട് പറഞ്ഞതെല്ലാം സത്യം തന്നെ എൻ്റെ മനസ്സ് പറയുന്നത്. അതിന് ജോണിന്റെ വായെന്നും കൂടെ എനിക്ക് അറിഞ്ഞാൽ മതി. ഇന്ദ്ര കിച്ചുനെ റേപ്പ് പോലും ചെയ്തോ? അത് ആന്റി, യെസ്, ലാസ്റ്റ് ടൈമിൽ എനിക്ക് കിച്ചുനെ കിട്ടുന്ന റോട്ടീനാണ്. ഐ മീൻ എൻ്റെ വണ്ടി തട്ടി അവൻ വീഴുമായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ തന്നെ ഓൾറെഡി അവൻ്റെ ദേഹത്ത് ഒരുപാട് മുറിവുകളുണ്ടായിരുന്നു ആൻറ്റി. ഡോക്ടറെ പറഞ്ഞത് ബ്രൂട്ടലി റേപ്ഡ് ആണെന്ന്. പിന്നെ എനിക്ക് അച്ഛനെ അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ അച്ഛൻ്റെയും കിച്ചുവിൻ്റെ ഫേസ് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഞാൻ അപ്പോൾ തന്നെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത ടൈമിൽ ആണ് പറഞ്ഞത് ഇത് കിച്ചു ആണെന്ന്. സോ അപ്പോൾ തന്നെ ബാക്കിയുള്ളവരെയൊക്കെ അറിയിച്ച് ഫാമിലി മെമ്പേഴ്സൊക്കെ വന്നു. അന്നാണ് ഇന്ദ്ര അവനോട് കുറച്ച് ക്രൂവലായിട്ടാണ് പെരുമാറുന്നതെന്നൊക്കെ എല്ലാവരും അറിഞ്ഞത്. അതുവരെ കാശിനാഥനോട് പോലും കിച്ചു ഒന്നും പറഞ്ഞില്ല. ഇപ്പം ഇതെല്ലാം ആൻറ്റിയോട് പറഞ്ഞത് എങ്ങനെയും ആൻറ്റി ഇത് അച്ചു പറഞ്ഞ് അറിയുമെന്ന് അവനറിയാം, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ മേ ബി ഐ തിങ്ക് ഹീസ് ബ്ലൈൻഡ്. ഇന്ദ്രയോടുള്ള പ്രണയം കൊണ്ട് ഭ്രാന്തായത്, ഐ മീൻ കണ്ണ് കണ്ടുകൂടാത്തൊരവസ്ഥയല്ല കിച്ചു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അവൻ ഇനി എന്തൊക്കെ ചെയ്താലും കിച്ചു ഒന്നും തുറന്നു പറയില്ലെന്നൊരു സിറ്റുവേഷനാണ്. സത്യം പറഞ്ഞാൽ ഇന്ദ്രയോട് എനിക്ക് അസൂയാണ്. ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ അവൻ ഡിസേർവ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ എം ഷെയിം ഓഫ് ഹിം. അവ അർഹിക്കുന്നേ ഇല്ല ആൻറ്റി. അവൻ ചെയ്തതൊക്കെ തെറ്റാ. ഇപ്പോൾ അതോർത്ത് അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഇപ്പോൾ അവിടെ അച്ചു അവനെ നേരെയാക്കി അവൻ്റെ കയ്യിൽ കൊടുക്കൂന്ന് പറഞ്ഞിട്ടാ എനിക്കിത് അങ്ങോട്ട് പോയിരിക്കുന്നത്. എന്താവുന്നു ഏതാവുന്നു ഒന്നും അറിയത്തില്ല. മേ ബി അല്ല, എനിക്കിത് അങ്ങോട്ട് പോയതുകൊണ്ട് അങ്ങനെ തന്നെ വിശ്വസിക്കാം. പക്ഷേ ഞങ്ങൾ ശ്രമിച്ചതാണ് കിച്ചുവിനെ പറഞ്ഞ് തിരുത്താൻ. പക്ഷേ അവ ഒട്ടും തയ്യാറല്ല ആൻറ്റി ഇന്ദ്രയെ കളയാനായിട്ട്. ഞങ്ങൾ എന്ത് ചെയ്യാനാ? ശത്രുക്കളൊക്കെ കളിക്കളത്തിറങ്ങി കളിക്കാൻ തുടങ്ങിയല്ലേ ജോണെ? എന്റെ പിള്ളേരെ മാത്രം വേട്ടയാടാൻ. ഒന്നുമില്ലെങ്കിലും ഞാനും ആനന്ദശങ്കറിന്റെ മോളല്ലേ. എന്റെ രക്തത്തിലും കാണത്തില്ലേ വാശിയും ദേഷ്യവും ശൗര്യവും ഒക്കെ. എന്റെ മോനോടാവും അങ്ങനെ ചെയ്തത്. ഇനി എന്റെ മോൻ അവനെ കിട്ടിയില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയതിന് ശരി, അവനും ഇന്ദ്രയും ഒന്നിക്കാൻ പോകുന്നില്ല. അങ്ങനെ ഒന്നിക്കണമെങ്കിൽ ദേവിക ശങ്കർ മരിക്കണം. ഇത്
ആനന്ദശങ്കറിന്റെ മോളായിട്ടല്ല മോനെ ഞാൻ പറയുന്നത്, ശിവപ്രസാദിന്റെ ഭാര്യയായിട്ട് പറയാം. ഇതിനവർ റിഗ്രറ്റ് ചെയ്തിരിക്കും. ഇനി കിച്ചു ഇന്ദ്രയ്ക്കുള്ളതല്ല, ഉറപ്പാണ്. എന്റെ തീരുമാനം എന്തായാലും അച്ഛനെ അറിയിച്ചേക്കും. പണ്ട് മുതലേ അച്ഛൻ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാറില്ല. ആ പോയവന് വേണ്ടി എന്തും ചെയ്യുന്ന സ്വഭാവ പ്രകൃത. അതുകൊണ്ട് എങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കും. എൻ്റെ മകനായതുകൊണ്ടും ശിവേട്ടൻ്റെ മോനായതുകൊണ്ടും അവനെ തടയാൻ എനിക്ക് പറ്റത്തില്ല എന്നറിയാം. എനിവേ, അങ്ങേരുടെ കൂടെ 10-27 കൊല്ലം ജീവിച്ചതല്ലേ, അപ്പോ അതിൻ്റെ ഒരു ഇത് എനിക്കും കാണുമല്ലോ. നോക്കണമല്ലോ. ഏതായാലും കാശിയുടെ ജീവിതം അങ്ങനെയാ. ആദം സഖറിയ ജോൺ ആദം അവ ഒരു പാവമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. റാമു പറഞ്ഞു. അവന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതുവരെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഏതായാലും അവരത്ര യോഗ്യത്തിലല്ലെന്നറിയാം റിലേഷൻഷിപ്പ്. യോഗ്യത്തിലാവാൻ പറ്റില്ലെങ്കിൽ അങ്ങനെ പാടുപെട്ട് യോഗ്യത്തിലാവണ്ടെന്ന് അങ്കിയോട് അവന്റെ ചേട്ടനോട് പറയാൻ പറഞ്ഞേക്ക്. അങ്ങനെ ബുദ്ധിമുട്ടിയൊന്നും എൻ്റെ മക്കള് ആരുടെയും കൂടെ ജീവിക്കണമെന്നില്ല. ഈ ആൾമാറാട്ട കളി വേണ്ട, നിർത്ത് എന്ന് പറഞ്ഞ കേൾക്കുന്നവനല്ലല്ലോ എൻ്റെ മകൻ. അതുകൊണ്ട് നിർത്താനും പോകുന്നില്ല. അവൻ കളിക്കട്ടെ. അവന്റെ സേഫ്റ്റി നോക്കാൻ അവനറിയാം. കൂടെ അവന്റെ അനിയനെ കൂടെ നോക്കാൻ പറഞ്ഞുതരാം. പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് ഇപ്പം എൻ്റെ ആവശ്യം, എൻ്റെ മാത്രം ആവശ്യം, എൻ്റെ മക്കൾക്ക് വേണ്ടി. അത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. ഞാനൊന്ന് ജയിലിലാവാൻ കാത്തിരുന്നു എൻ്റെ കുടുംബത്ത് കയറി ഉണ്ടാക്കാനായിട്ട്. സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെ. ഏത് നേരത്താണോ ഏത് കഷ്ടകാലത്തിനാണോ കിച്ചുവായിട്ട് ഇങ്ങോട്ട് വരാൻ തോന്നിയത്. എന്നൊക്കെ അവന് വേണ്ടി വല്ലതും ചെയ്യാൻ ഇറങ്ങിയിട്ടുണ്ടോ അന്നൊക്കെ എൻ്റെ അവസ്ഥ ഇതാ. എന്തൊക്കെ ചെയ്യാൻ കിടക്കുന്നത്. ആ സ്റ്റോക്ക് ഇറക്കി എന്തായെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. സമാധാനമായിട്ടൊന്നും ഫോൺ വിളിക്കാൻ പറ്റത്തില്ല. വീട്ടിൽ മൊത്തം ആളല്ലേ ഇപ്പം. വഴി കിടക്കുന്നവനും പോകുന്നവനും വരുന്നവനും എല്ലാം കൂടെ വന്ന് കയറിക്കോളും. ഒരു നേരത്തെ സമാധാനമല്ലേ ഇപ്പം ഈ വീട്ടിനകത്ത്. പക്ഷേ എന്നാലും ഇവന്മാരൊക്കെ ഒരു ക്ലൂ പോലും തരുന്നില്ലല്ലോ. ഒരുത്തനെ നേരെയാക്കാൻ കയറിയിട്ട് അവനെ നേരെയാക്കാൻ ടൈം കിട്ടണ്ടേ. അവൻ്റെ അടുത്ത് പോകാൻ തന്നെ പേടിയാണ്. എങ്ങാനും അവൻ്റെ അടുത്ത് പോയി അവൻ ഞാൻ കിച്ചു അല്ലെന്നങ്ങനെ കണ്ടുപിടിച്ചാൽ ഒന്നാമത് അവർ 1.5 റേപ്പിസ്റ്റ്. എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും പോകണം. ഞാൻ തിരിച്ചു പിടിച്ച് അവനെ റേപ്പ് ചെയ്യണം. പിന്നെ ഇനി അത് മതി. വെറുതെ എന്തിനാണ് വെറുതെ ഏണി എടുത്ത് വയ്ക്കുന്നത്. ഇവന്മാരെന്താ ഒരുമിച്ച് ഒരു റൂമിൽ? ആഗമനോദ്ദേശം എന്താന്ന് ചോദിക്കുന്നില്ല. അറിയാം, കാര്യം കാണാതെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടം വരെ വരത്തില്ലല്ലോ അല്ലേ അർജുനേട്ടാ? ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇതുവരെ അർജുനേട്ട ഈ വീട്ടിൽ കാലുകുത്തിയിട്ടില്ല. വാസുദേവച്ചനൂടെ അങ്ങ് തന്നെയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനൊരു എൻട്രി, അതും ഇന്ദ്രയുടെ കല്യാണത്തിന് ശേഷം. യു ആർ സോ ബ്രില്യന്റ് അൽവി. കുഞ്ഞിലെ മുതലേ ഈ വീട്ടിൽ ആരെന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും നീ എന്നെ മനസ്സിലാക്കും. ഇന്ദ്രയുടെ കല്യാണത്തിന് വിളിച്ചതാ, വരണമെന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ മനസ്സേറ്റില്ല, അതുകൊണ്ട് വന്നില്ല. അത് ശരിയാ. പക്ഷെ ഇപ്പൊ വന്നത് അവൻ ഒറ്റയ്ക്കായിരുന്നു. അവനെന്തെങ്കിലും പ്രശ്നം വന്നാ അവിടെ ഈ അർജുൻ കാണും. അതുകൊണ്ട് വന്നതാ, അല്ലാണ്ട് പ്രത്യേകിച്ച് ആഗമന ഉദ്ദേശമൊന്നുമില്ല. പക്ഷെ നിനക്കങ്ങനെയല്ലെന്നറിയാം. ആരാ നിന്റെ ടാർഗറ്റ് നന്നായിട്ടറിയാം. നീ കരിക്കൾ നീക്കി തുടങ്ങിയെന്നും കളി തുടങ്ങി വച്ചേക്കുവാണെന്നും. കൂടെ ആരാന്ന് ചോദിക്കുന്നില്ല, ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഇബ്രാഹിം ആയിരിക്കും. ഇബ്രാഹിമും നീയും അല്ലേ ഇപ്പൊ ഒരു ടീമും. അതെനിക്കറിയാം. പക്ഷേ നിന്റെ ശത്രു ആരാന്ന് മാത്രം എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടുന്നില്ല. ഈ 2 ദിവസം വന്നതിന്റെ തിരക്കും മിണ്ടലും പറച്ചിലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നിന്നോട് ചോദിക്കാനും പറ്റില്ല. പക്ഷേ നിന്റെ നോട്ടത്തിലും ഭാഗത്തിലും നിനക്ക് കാളിദാസനോട് എന്തോ അടങ്ങാത്ത വൈരാഗ്യമുള്ളതുപോലെ തോന്നിയല്ലോ. യു ഓൾസോ സോ ബ്രില്യന്റ് ബിക്കോസ് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ ഇത് കാണുന്ന പലരും അവനോട് എനിക്ക് പ്രേമമാണെന്ന് വിചാരിച്ചവരും കാണും. നോ വേ. ഒന്ന്, അവന്റെ പേരിലുള്ളത് 100 കോടി അല്ല
1000 കോടി 1000 കോടി അവന്റെ ഒറ്റൊരുത്തന്റെ പേരില. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചേക്കുന്നത്. പക്ഷെ അതുമാത്രമല്ല, ജർമ്മനി കോളേജ് ലൈഫ്, അതില് അവനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ എനിക്കുണ്ടായ ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ എനിക്കുണ്ടായ പേര്, അല്ലെങ്കിൽ എനിക്കുണ്ടായ നാണക്കേട്, അത് ചില്ലറ കണക്കിനല്ല. അറിയാം അവൻ കാരണമല്ല, അത് ഉണ്ടാക്കിയത് അവന്റെ ചേട്ടൻ അങ്കിതാണെന്ന്. പക്ഷേ കേട്ടിട്ടില്ലേ, ഒരു മരത്തിന്റെ ചില്ലേന്ന് വെട്ടിത്തുടങ്ങിയാൽ മരം നശിക്കും. അതായത് വേര് അങ്കിതാണെങ്കിൽ അതിന്റെ ചില്ല കാളിദാസ. എനിക്ക് അവിടെ നിന്ന് തന്നെ വെട്ടണം. കാളിദാസായിട്ട് ഇത് തുടങ്ങി വെച്ചത് അവൻ കാരണം. അന്ന് ഇന്നത്തെ പോലെയൊന്നുമല്ല കാളിദാസ്. ഭയങ്കര രസമായിരുന്നു കാണാൻ. രസം എന്ന് പറഞ്ഞാൽ അത് ഭംഗിയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നല്ല ക്യൂട്ട് സെക്സി ലിപ്സ് വിത്ത് എ ക്യൂട്ട് ഫേസ്, ഹോട്ട് ബോഡി. ആരോ ഒന്ന് നോക്കി നിന്നു, ആർക്കും അവന്റെ കൂടെ ഒരു കളി കളിക്കാൻ തോന്നിപ്പോ. അതായിരുന്നു അവിടെ തുടങ്ങിയതാ, ചെന്നവസാനിച്ചത് അങ്കിതിലും. എനിക്ക് തെറ്റുപറ്റിയതും അങ്കിതിന്റെ കാര്യത്തിലാണ്. ഒരു സഹോദരൻ ഉണ്ടെന്നറിയാം, ഒന്നല്ല 2 എണ്ണം ഉണ്ടെന്നറിയായിരുന്നു. പക്ഷേ അത് ദേവിക ശങ്കറിന്റെ മോനാണെന്നോ, ഐ മീൻ മക്കളാണെന്നോ, ഇരട്ടകളാണെന്നോ എനിക്ക് അറിയില്ലായിരുന്നു. അവിടെയാ എനിക്ക് തെറ്റുപറ്റിയത്, അവിടെ മാത്രം. ഇല്ലെങ്കിൽ അവനെ ഞാൻ അനുഭവിച്ചിട്ട് ഇന്നേക്ക് 4-5 വർഷം കഴിഞ്ഞേനെ. ഇത് ഞാൻ ഊഹിച്ചതാ. അപ്പൊ നിനക്ക് അവനെ കൊന്നാ മതിയോ? അവന്റെ കൂടെ കിടക്കണ്ടേ? അക്കാര്യത്തിൽ ഞാൻ അന്തസ്സുള്ളവനാ. ഒരുത്ത ഉപയോഗിച്ചതിനെ എനിക്ക് വേണ്ട, പ്രത്യേകിച്ച് എന്റെ ചേട്ടന്റെ ഭർത്താവ്. ആദമിച്ചതിനെ പോലെ തന്നെയാ എനിക്ക് ഇന്ദ്രി. ഇന്ദ്രേട്ടൻ കെട്ടിയവനല്ലേ, എനിക്ക് അവനെ വേണ്ട. പക്ഷെ ഫ്രഷ് ആയിട്ട് എനിക്ക് വേണമായിരുന്നു, അതെനിക്ക് കിട്ടിയില്ല. അതിന്റെ ചുരുക്ക് അവനങ്ങ് കൊന്നേനങ്ങ് തീർക്കാം. അതിനാണോ എൻ്റെ ഒരാളില്ലാത്ത? അല്ല, നിങ്ങൾക്കെന്താ ഈ കാളിദാസ് ഇന്ദ്ര റിലേഷൻഷിപ്പിനോട് ഇത്ര എതിർപ്പ്? അല്ല, ഈ 2 ദിവസം കൊണ്ട് നിങ്ങൾ കാളിദാസിനെ നോക്കുന്ന നോട്ടത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായതാ എന്തൊക്കെയോ ഉണ്ടല്ലോ. എന്താ അതിന്റെ ഗുട്ടൻസ് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. അത് വേറൊന്നുമല്ല, ഒരു ചേട്ടൻ എന്ന നിലയ്ക്ക് എനിക്ക് അവനെ അങ്ങോട്ട് പിടിച്ചില്ല. എന്റെ ഇന്ദ്രയ്ക്ക് ഹി ഡിസേർവ് ബെറ്റർ ദാൻ ഹിം. അവനെക്കാളും ബെറ്ററാ അവൻ ഡിസേർവ് ചെയ്യുന്ന. ഇതെന്തോന്ന് ഒരുമാതിരി പാൽക്കുപ്പി കണക്ക്. അതുകൊണ്ട് മാക്സിമം അവരെ പിരിക്കാനേ അർജുൻ നോക്കത്തുള്ളൂ. ഒരു ബ്രദർഹുഡ് ലവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സഹോദര സ്നേഹം. ബാക്കി നീ മനസ്സിലാക്കാൻ സമയമാകുമ്പോൾ ഞാൻ പറയാം. ഏതായാലും നീ കഷ്ടപ്പെട്ട് പണിഞ്ഞിരിക്കുകയല്ലേ ഓരോന്ന് നടത്തിയെടുക്കാനായിട്ട്. നടക്കട്ടെ, നിന്റെ അധ്വാനം വെറുതെ ആവത്തില്ല. നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കൂടി ഉപകാരം ഉള്ളതുകൊണ്ട് ഒരിക്കലും വെറുതെ ആവില്ല. അപ്പൊ ഞാൻ പോയി ഒന്ന് ഇന്ദ്രയെ കാണട്ടെ. ഇന്നത്തെ ദിവസം അവനെ കണ്ടതേയില്ല. എന്തോ അവനെ കണ്ടില്ലെങ്കിൽ പോലും എനിക്ക് ഉറക്കം വരത്തില്ല. അനിയനായി പോയില്ലേ. ഇന്ന് നടക്കട്ടെ. അതെ അർജുൻ ബ്രോ, ഈ കോട്ടിനകത്തൊരു അസുരനുള്ള കാര്യം പെട്ടെന്നാർക്കും മനസ്സിലാവത്തില്ല. നിങ്ങളെയോ എന്നെയോ പോലൊരു അൾട്രാ പ്രോ സൈക്കോയ്ക്കോ അല്ലെങ്കിൽ അൾട്രാ പ്രോ അസുരനോ മാത്രമേ മനസ്സിലാവത്തുള്ളൂ. എനിവേ കീപ് ഇറ്റ് അപ്പ്. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ബിക്കോസ് ചിലപ്പോഴൊക്കെ എൻ്റെ ആറ്റിറ്റ്യൂഡ് എൻ്റെ കൈവിട്ട് പോവാറുണ്ട്. ബട്ട് യു ആർ ഗ്രേറ്റ് അറ്റ് ആക്ടിങ്. ആക്ടിങ്ങിൽ നിങ്ങൾ പുലിയാന്ന് എനിക്കിപ്പോൾ പിടികിട്ടി. എന്താ നിങ്ങളുടെ ഉദ്ദേശമൊന്നും എനിക്കറിയില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്. എനിക്കും കൂടെ ഉപകാരം ഉണ്ടാവുന്ന കാര്യമായിരിക്കുമല്ലോ. ഇനി വിട്ടോ. അത് ശരിയാ ആൽവിനെ നീ പറഞ്ഞത്.
നിന്നെയൊക്കെ മനസ്സിലാക്കാൻ നിന്നെയൊക്കെ പോലെ ആട്ടും തോലിട്ട ചെന്നായകൾക്ക് മാത്രമേ പറ്റുള്ളൂ. ആ അതുകൊണ്ടാണല്ലോ എനിക്ക് മനസ്സിലായത് ഇത്രയും പെട്ടെന്ന്. വില്ലന്മാരൊക്കെ ഇറങ്ങി തുടങ്ങിയ സ്ഥിതിക്ക് ഇതിൽ ഈ അർജുൻ ശങ്കറിൻ്റെ അർജുൻ വാസുദേവ് ശങ്കറിൻ്റെ ഗെയിം എന്താണെന്ന് മാത്രമാണ് എനിക്ക് പിടികിട്ടാത്തത്. ഇവൻ വില്ലനാണെന്ന് പോലും ഞാൻ ഊഹിച്ചില്ല. അത് ശരിയാ, തെറ്റുണ്ട്, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ. അവൻ്റെ പെർഫോമൻസ് അമ്മാതിരിയായിരുന്നല്ലോ. എന്നാലും ഇന്ദ്ര അർജുൻ അതങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ലല്ലോ. നോക്കാം, അർജുൻ്റെ കഴപ്പിൻ്റെ കുഴപ്പം എന്താണെന്ന് നമുക്കറിയാം. ബ്രദർഹുഡ്, സഹോദരനോടടങ്ങാത്ത സ്നേഹം, അഖിലിനോടുള്ളതിനേക്കാൾ സ്നേഹം, അത് കണ്ടുപിടിക്കണം. എൻ്റെ അച്ചുവേ, നീ എന്തൊക്കെ കണ്ടുപിടിക്കും ഇങ്ങനെയാണെങ്കിൽ? കുടുംബം കുളം തോണ്ടിയിട്ട് പോകേണ്ട അവസ്ഥയാവുമെന്നാണ് തോന്നുന്നത്. ഏതായാലും ഇന്ദ്ര എനിക്ക് ജീവനോടെ വേണം. എൻ്റെ കിച്ചുവിന് ഞാൻ കൊടുത്ത വാക്കാ. അവനും എൻ്റെ കിച്ചുവിനും എൻ്റെ കൊക്കിന് ജീവനോടത്തോളം കാലം ഒന്നും സംഭവിക്കില്ല, ഒന്നും. ഋഷി, ക്യാൻ യു പ്ലീസ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ? ഇവിടെ നിന്ന് നിനക്ക് ഇറങ്ങി പോവാം. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞതാ, AK കമ്പനിയുടെ ഇമാതിരി ഡ്രഗ്സ് ഡീലിങ്ങുമായിട്ടുള്ള ബിസിനസ്സിനൊന്നിനും ആസിമിനെ വന്ന് കാണരുതെന്ന്. എത്ര പറഞ്ഞാലും നിനക്കത് മനസ്സിലാവത്തില്ല. നിന്റെ മുതലാളിയോട് ഞാൻ പറഞ്ഞില്ലേ പോയി പറയാനായിട്ട്. എനിക്ക് താല്പര്യമില്ല. ഇമാതിരി ഡ്രഗ്സ് വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ആസിമിന് ഇതുവരെ വന്നിട്ടില്ല. എൻ്റെ അപ്പൻ ചിലപ്പോൾ ഒരുപാട് തെണ്ടിത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ആസിം അങ്ങനെയല്ല ഈ കമ്പനിയെ കൊണ്ടുപോകുന്നത്. ഇത് ഞാൻ ഒറ്റയ്ക്ക് പടുത്തി കൊണ്ടുവന്നൊരു കമ്പനിയാണ്. ഇതല്ലാതെ എൻ്റെ കുടുംബ സ്വത്തൊന്നുമല്ല. ആയിരിക്കാം, ചിലപ്പോൾ എൻ്റെ ബാപ്പാടെ കൈ ഇതിലുണ്ടായിരിക്കാം എന്ന് പറഞ്ഞ് ഇമാതിരി ചീപ്പ് ഡ്രഗ്സ് ബിസിനസ്സിന് എന്നെ വിളിക്കാൻ നീ ഇനി ഇവിടെ വരരുത്. നിന്നോട് ഞാൻ ഇത് 1-2 പ്രാവശ്യമല്ല പറയുന്നത്. ഐ എം റിയലി സോറി ആസിം മുഹമ്മദ് ഇബ്രാഹിം. എനിക്ക് നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് കണ്ടില്ലെങ്കിൽ ഉറക്കം വരത്തില്ല. അതാണ് എൻ്റെ അവസ്ഥ ഇപ്പോ. അതെ, എനിക്ക് തന്നിരിക്കുന്ന ജോലി പലപ്പോഴും AK സാർ പറഞ്ഞതാ ഞാൻ നേരിട്ട് പോവാണ്. ബട്ട് ഞാൻ പറയും ഞാൻ വരാണ്. ഇപ്രാവശ്യം AK സാർ പറഞ്ഞിട്ടൊന്നുമല്ല വന്നത്. സാർ വേറൊരു ബിസിനസിന്റെ ആവശ്യമായിട്ട് തിരക്കില്ല. പക്ഷെ ഞാൻ വന്നത് നീ എങ്ങാനും കൺവീൻസ് ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലതല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബട്ട് അഗെയിൻ ആൻഡ് അഗെയിൻ ഒരു മാറ്റമില്ല. നിന്നെ വല്ല ഉരുക്കം കൊണ്ടാണോ പടച്ചു വിട്ടേക്കുന്നത്? അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുക. ഓഹ്, ഈ മഞ്ഞുമല കഴിഞ്ഞ് എങ്ങനെ ഒരുക്കിയെടുത്ത് കൂടെ ജീവിക്കും? ആരോട് പറയേ? എന്നെ ഉരുക്കിയെടുക്കാൻ കുറച്ച് പാടൊക്കെ തന്നെയാ. എന്താ, എന്നെ ഉരുക്കിയെടുത്തിട്ട് നീ എന്താ എൻ്റെ കൂടെ കയറി പൊറുക്കാൻ പോവാണോ? ഇല്ലല്ലോ. ദേ ഇറങ്ങി പോവാൻ നോക്ക്. ആക്ച്വലി ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ആസി ഇപ്പൊ പറഞ്ഞത്. കൂടെ ജീവിച്ചാലോ എന്നൊക്കെ ഉണ്ട്. ബൈ ദ ബൈ നമുക്ക് വേണമെങ്കിൽ ആലോചിക്കാം. എനിവേ ഒന്നും പറയണമെന്നില്ല. ബൈ. ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം. എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ഞാൻ ഇവിടെ വന്ന് താങ്കളെ കണ്ട് താങ്കളുടെ അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും ആസിം ഇബ്രാഹിമെ. പടച്ചോനെ, ഇവനെ കൊണ്ടിപ്പോ എനിക്ക് കുരിശായല്ലോ. അവനും അവൻ്റെ ഒരു AK കമ്പനിയും ഡീലും. ഈ കാശിയേട്ട ഇതെവിടെ പോയി? ആ കള്ളപ്പന്നീന് ഇന്നത്തെ ദിവസം ഞാൻ കണ്ടതേ ഇല്ല. എന്താ റൂമിനകത്ത് പെറ്റ് കിടക്കുവാണോ? മയക്കി ആദമിനി എന്തൊക്കെ ചെയ്ത് വെച്ചേക്കുന്നതെന്തോ. എങ്ങനെയെങ്കിലും അവനോട് കാര്യം പറയണം. ഓവറാവുന്നതിന് മുമ്പേ കാര്യം പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കാശിടം കൈവിട്ട് പോകും. എന്തായാലും അവനെ പോയി റൂമിൽ പോയി നോക്കാം. ഇവന്റെ പുറകെ നടന്ന് എന്റെ കോലിന്റെ ചെരുപ്പ് തേഞ്ഞല്ലാണ്ട് ഒന്നും എനിക്കറിയാൻ പറ്റിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട്. എന്നാലും ഇവ എന്തിനാ ഇവരുടെയൊക്കെ റൂമിലൊക്കെ പോയി ഒളിഞ്ഞു കേൾക്കുന്നതെന്നാ? ഈ ചെറുക്കിന് തലയടിച്ച് വീണപ്പം ഉള്ള ബോധം കൂടെ പോയെന്നാ തോന്നുന്നു. ശേ, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്റെ കിച്ചു. പാവമായിരുന്നു. പാവം ചെറുക്കന് ആ ഡോക്ടർമാരെ കുത്തിവെച്ച മരുന്നങ്ങാണ് ഇനി മാറിപ്പോയോ എന്തോ. കാശി, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നീ ഫുഡ് കഴിച്ചോ? അല്ലെങ്കിൽ വാ, നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. വാ.
ഇതെന്താ പെട്ടെന്നൊരു സ്നേഹം? ഓഹോ, ആ ഇന്ദ്രയുടെ കൂടെ നടന്ന് ഇങ്ങേരും വല്ല പൊട്ടത്തരം ചിന്തിച്ചിട്ട് വന്നിരിക്കുന്നതായിരിക്കോ? ഇന്ദ്രയെ പോലെയല്ല, മാനിയന. ഞാൻ ഞാൻ കഴിച്ചോളാം. അത് പോയി കഴിച്ചോ. അത് വേണ്ട, ഇന്നലെ വരെ എങ്ങനെയോ ആയിക്കോട്ടെ. പക്ഷേ ഇന്നലെ നമ്മൾ തമ്മിലുള്ള പ്രശ്നമൊക്കെ കോംപ്രമൈസ് ആയ സ്ഥിതിക്ക് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. ബാ. അയ്യടാ, കോംപ്രമൈസാ? എപ്പോ? അത് കരഞ്ഞപ്പോ പാവം തോന്നിയപ്പോഴാ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ. അല്ലാണ്ട് ആരും കോംപ്രമൈസ് ഒന്നും ആയിട്ടില്ല. തന്നെ എനിക്കിഷ്ടമല്ല, തന്റെ ആ കൂട്ടുകാരനെ എനിക്കിഷ്ടമല്ല. പാവന്റെ അനിയൻ ഞാൻ ഒരിക്കലും മറക്കാനും പോകുന്നില്ല. താനും അങ്ങനെയൊക്കെ തന്നെയാ. ആടാ, ഞാൻ അങ്ങനെ തന്നെയാ. ഞാൻ അങ്ങനെ തന്നെയാന്ന് നിനക്ക് തെളിയിക്കണ്ടേ? കുറേ ആയല്ലോ. ഒന്നും അറിയാതെ ഞാൻ അങ്ങനെ തന്നെയാ, ഞാൻ അവനെ പോലെയാന്ന് നീ പറയുന്നു. ഞാൻ അവനെ പോലെയാന്ന് എന്തെങ്കിലും തെളിയിച്ചൊരു മാർക്ക് നിനക്ക് ഞാൻ തരണമല്ലോ. ഓ, നിനക്കുള്ള പണി നീ തന്നെ എപ്പോഴും എരന്ന് വാങ്ങുവാണല്ലോ കാശിനാഥ. അതങ്ങനല്ല. നമുക്ക് കഴിക്കാൻ പോവാം, വാ. അത് പറ്റില്ല. ഞാൻ അങ്ങനെയാണെന്ന് നിന്റെ മനസ്സിലൊരു ഡൗട്ട് കിടക്കുന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങനെയാണെന്ന് തെളിയിക്കണം എനിക്ക്, അല്ലേ? എന്താ, ഞാൻ അടുത്തോട്ട് വരുമ്പോഴും ഞാൻ കിസ് ചെയ്യുമ്പോഴും നീ എന്നെ തടയാറില്ലല്ലോ. അത് നീ ഇതൊക്കെ ആഗ്രഹിക്കുന്നോണ്ട് തന്നെയല്ലേ? അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? എൻ്റെ നിരപരാധിത്വവും ഞാൻ അങ്ങനെ അല്ല, അവനേക്കാൾ വേറെ രീതിയിലാണെന്ന് തെളിയിക്കേണ്ടതും ആദമിൻ്റെ ആവശ്യമാണ്. അങ്ങനെയല്ലേ കാശിനാഥേ? ഓ, എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഇങ്ങനെ കാണുമ്പോൾ പിടിച്ച് കിസ് ചെയ്യാൻ തോന്നുന്നല്ലോ ദൈവമേ. അല്ല, അങ്ങനെ അല്ല. അങ്ങനെയാണ്. അല്ല, ഇതെന്തോന്ന് പറയണം? ആദ്യം ആരെങ്കിലും കാണും, നമുക്ക് പിന്നോട് സംസാരിക്കാം. അത് പറ്റില്ല. ഇന്നത്തേക്കുള്ളത് നാളത്തേക്ക് വെക്കാനേ പാടില്ലെന്നാ വലിയ വലിയ ഗുരുപണ്ഡിതന്മാർ പറഞ്ഞേക്കുന്നത്. അന്നെന്നുള്ളത് അന്ന് തന്നെ തീർക്കണം. നീ കേട്ടിട്ടില്ലേ? അന്നെന്നുള്ള ജോലികൾ അന്ന് തന്നെ തീർക്കണം. എന്നെ സംബന്ധിച്ച് ഇതൊരു ഭാരിച്ച ജോലിയാണ്. ഇതങ്ങ് തീർത്തിട്ട് നമുക്ക് കഴിക്കാൻ പോകും. തൽക്കാലം ഇപ്പോൾ ആരെങ്കിലും കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ നിൻ്റെ ഹസ്ബൻഡ്, നീ എൻ്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ചെയ്താലും ആരും ഒന്നും പറയാനും പോകുന്നില്ല. അങ്ങനെ അല്ല അതൊന്നും അങ്ങനെ അല്ല. അതിപ്പോ ശരിയാവില്ല. നമുക്ക് പിന്നോട്. ഓ, അപ്പോൾ പിന്നോടാണെങ്കിൽ ഓക്കെ ആണല്ലേ? ഇപ്പോഴാണ് പ്രശ്നം. അതെന്താ? പിന്നോട് എപ്പോഴും ഞാൻ ഒരേ കാര്യം തന്നെയല്ലേ ചെയ്യാൻ പോകുന്നത്? പിന്നെ നിനക്കെന്നെ കുറിച്ച് അറിയാത്തോണ്ടാ. ഇന്ദ്രയല്ല ആദം സക്കറിയ ജോൺ. ഇക്കാര്യത്തിൽ ഞാൻ കുറച്ച് വൈൽഡാ. പിന്നെ ഈ കോഴിക്കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന സാധനമല്ലേ വൈൽഡ്? ദഹിപ്പിക്കുവാണല്ലോ ദൈവമേ. ഇതിപ്പോ എവിടെ നിന്ന് വന്ന ആദം? നമുക്ക് കഴിച്ചിട്ട് പോരെ? അതും ബെറ്റർ. ഇവിടെ എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. നീയും അങ്ങനെ തന്നെ വിളിച്ചോ. പ്രത്യേകിച്ച് ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ അതൊന്ന് വിളിക്കുമ്പോൾ അതൊരു ഒന്നൊന്നര ഫീലായിരിക്കും. എനിവേ, അപ്പോൾ കഴിച്ചിട്ട് വേണം നിനക്ക്. എന്നാൽ പിന്നെ കഴിക്കുന്നതിന് മുമ്പേ അങ്ങ് തരാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോയി കഴിക്കാം. വേണ്ട.
Achi, you're so beautiful. ഇക്കാര്യത്തിൽ ഞാൻ ഇന്ദ്രയെക്കാളും മുകളിലൊക്കെ തന്നെയാണ്. ബട്ട് നിന്റെ അനുവാദം അല്ലാണ്ട് ഇതിൽ കൂടുതലൊന്നും ഞാൻ നിന്നെ ചെയ്യില്ല. അതോർത്ത് നീ പേടിക്കണ്ട. ഇനി നമുക്ക് കഴിക്കാൻ പോയാലോ, അതോ ഇനിയും വേണോ? വേണ്ട, നമുക്ക് കഴിക്കാൻ പോവാം. ഇവനെ ഞാൻ നിന്റെ ഉദ്ദേശം എന്താ? നീ എന്തൊരു കൊണ്ട റൂമിലൊക്കെ ഇങ്ങനെ പോയി ഒളിഞ്ഞു നോക്കുന്നേ? 2-3 ദിവസമായിട്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കാം. അവര് കാണിക്കുന്നത് പറയുന്നൊക്കെ കാണാനാണോ നിനക്ക് മുട്ടിക്കരിച്ച് നിൽക്കുന്നേ? എന്താ കിച്ചു നീ ഇങ്ങനെയൊക്കെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇതിപ്പോ ഒന്ന് എന്ത് ഞാനെന്ത് കണ്ടെന്ന് അവരെന്ത് കാണിച്ചെന്ന് എനിക്കെന്ത് മുട്ടിത്തെരിച്ചെന്ന് തനിക്ക് എന്താടോ? ഓ, സമാധാനം തരത്തില്ല. മാറങ്ങോട്ട്. നീ എന്താ അഭിനയിക്കുന്നോ അതേനെ കളിയാക്കുന്നോ? രാവിലെ നീ മറ്റോമാരുടെ റൂമിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാൻ കണ്ടതാ, ആൽവിന്റെ. അവിടെ എന്തായിരുന്നു നിനക്ക് പണി? അർജുനനും ആൽവിനും കൂടെ ഒക്കെ സംസാരിക്കുന്ന എല്ലാം ഒളിഞ്ഞു കേട്ടു. 2 ദിവസമായിട്ട് ഞാൻ നിന്നെ ഓരോരുത്തരുടെ റൂമിന്റെ വെളിയിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. എന്താ നിന്റെ പണി? സത്യം പറഞ്ഞ നീ എന്താ ഇങ്ങനെ ആയിപ്പോയെ? നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ അവര് റൊമാൻസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഒളിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്വന്തം ചേട്ടന്റെ റൊമാൻസ് ഒളിച്ചാണോ? നിനക്ക് നാളെ ലഭിച്ചു റൊമാൻസ്? എന്നെ കൊണ്ടു പറയിപ്പിക്കല്ലേ അഖിലേട്ടാ. അവിടെ മാറിക്കേ അങ്ങേരുടെ ഒരു റൊമാൻസ്. അല്ലെങ്കിൽ മനുഷ്യനിവിടെ വേവളവി നിൽക്കുക. അപ്പോഴാ ഒരു കിസ് അടിക്കുന്നതാണ് അത്ര വലിയ റൊമാൻസ്. എന്തായത് ആരും ഭൂമിയിൽ ആരും ചെയ്യത്തില്ലേ? എന്റെ പൊന്നു കിച്ചു, അത് ചെയ്യത്തില്ലേ എന്നല്ല ഇവിടുത്തെ പ്രശ്നം. നീ ഇങ്ങനെ നോക്കുന്നതാ. എടാ, ആരെങ്കിലും കണ്ട നിന്നെ എന്ത് വിചാരിക്കില്ല? ചീപ്പാന്നല്ലേ പറയത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണോ നീ ബോധം വന്നപ്പോ ബിഹേവ് ചെയ്യാൻ പഠിച്ചു വെച്ചേക്കുന്നേ? ഇനി മേല നിന്നെ ഇങ്ങനെ ആരെങ്കിലും റൂമിന്റെ ഫ്രണ്ടിൽ കണ്ടോണ്ടല്ലോ കിസ് അടിക്കുന്നതല്ലേ എന്ന് എത്ര നിസ്സാരമായിട്ടാ പറയുന്നേ? ഇതും കൊള്ളാം. ഇപ്പൊ എനിക്കായോ കുറ്റം? നിസ്സാരമായിട്ടുള്ളൊരു കാര്യം നിസ്സാരമായിട്ടല്ലാതെ പിന്നെ അയ്യോ ഒരു കിസ് അടിച്ചു ഇങ്ങനെ പറയണോ? ഓ, ഇതൊക്കെ എല്ലാരും കാണിക്കുന്ന കാര്യങ്ങളല്ലേ. അല്ല, തനിക്കെന്താ? ഇനിയിപ്പോ തനിക്കെന്താ കിസ് വേണോ? ഐ എം ഓൾവേസ് ഫ്രീ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളല്ലേ, ഞാൻ ഫ്രീയാ. എനിക്കൊരു കുഴപ്പമില്ല. എന്താ എന്താക്കില്ലേട്ടാ? കിസ് വേണോ? കിസ് വേണോ? കിസ് വേണോ? അതിനേക്കാൾ ഉഗ്രനായിട്ട് എനിക്ക് കിസ് അടിക്കാൻ അറിയാം. നല്ല സ്മൂച്ചിങ്ങും ടിച്ചിങ്ങും കിസ്സിങ്ങും എല്ലാം ആയിട്ട്. ഐ ആം ഓൾവേസ് ഫ്രീ. ഇതാരോ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ചു പോയാ? അവിടെ നിന്നേ. ഓ, ഈ സാധനം എന്നെ സമ്മതിക്കത്തില്ല. എന്താ നീ എന്താ അപ്പുറത്തുനിന്ന് എന്നോട് പറഞ്ഞേ? എന്ത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ദക്കിച്ചു, നീ കളിക്കല്ലേ. നീ എന്താ പറഞ്ഞു ഞാൻ കേട്ടതാ. ഇനി നീ ആയിട്ട് അതങ്ങ് ഉറപ്പിച്ചാ മതി. നീ എന്താ പറഞ്ഞേ? ഇത് വലിയ കഷ്ടമായല്ലോ. ഞാനായിട്ട് ഒഴിഞ്ഞു പോയാലും ഇങ്ങോട്ട് വരികയാണല്ലോ. എന്താ നേരത്തെ ഞാൻ എന്താ പറഞ്ഞല്ലേ, തനിക്ക് കിസ് തരുന്നേ? എന്താ തനിക്കത് വേണോ? അതുകൊണ്ടാണ് ഇങ്ങനെ എന്റെ പറയാൻ കിടക്കുന്നേ? വേണോ? വേണോ? തരാം. എനിക്കൊരു വിരോധമല്ല, തരാം. എന്താ വേണോ? ഓ, അതല്ല. നിനക്കെപ്പോഴും ഇതിന്റെ വിചാരം മാത്രമേ ഉള്ളൂ. അതിനുശേഷം നീ പറഞ്ഞല്ലോ ഓൾവേസ്. ഓൾവേസാ? എന്തോന്ന് ഓൾവേസ്? അനാവശ്യം പറയരുത്. ഞാനൊന്നും പറയുന്നില്ല. മാറങ്ങോട്ട്. അങ്ങനെ നീ പോണ്ട, അവിടെ നിൽക്കൂ. സത്യം പറ, നീ അച്ചു അല്ലേ? ഇതെവിടെ പോയി? ഇന്നത്തെ ദിവസം കണ്ടതേ ഇല്ലല്ലോ. വന്നതിന് ശേഷം ഭയങ്കര മാറ്റമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്റെ കണ്ണ് വെട്ടിച്ച് ഓടിക്കൊണ്ട് നടക്കും. ഒന്ന് അടുത്ത് കിട്ടാറ് പോലുമില്ല. ഒന്ന് സംസാരിക്കാനോ സോറി പറയാൻ. അതവനല്ലേ? ഇത് ഏത് നേരം നോക്കിയാലും അഖിലിന്റെ കൂടെ ആണല്ലോ. എപ്പോ നോക്കിയാലും ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ മാത്രം എന്താ ഉള്ളത് രണ്ടിനും? എൻ്റെ പൊന്നാക്കി, നീ ഇപ്പം എന്നെ ഇവിടുത്തെ പറഞ്ഞു വിടുന്നത് നല്ലത്. എൻ്റെ ഇപ്പോഴത്തെ മൂഡിലെ എൻ്റെ ഫ്രസ്ട്രേഷൻ മുഴുവൻ നിൻ്റെ ഈ കാണുന്ന സാധനത്തിൽ ഞാൻ തീർക്കും. എന്തിലാണെന്ന് മനസ്സിലായല്ലോ? നിൻ്റെ ഈ ചുണ്ടിൽ. വെറുതെ ഒന്നാമതേ ഞാൻ നിൻ്റെ കാര്യത്തിൽ ഒരുപാട് അട്രാക്റ്റഡാണ്. നീ വെറുതെ എന്നെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത്. സോ ലീവ് മീ അലോൺ പ്ലീസ്. ഒരു മണിക്കൂർ കഴിഞ്ഞ് നീ വന്ന് എൻ്റെ അടുത്ത് എന്ത് തേങ്ങയോ പറഞ്ഞു, ഞാൻ കേട്ടോണ്ടിരിക്കാം. ചുണ്ടില് പോരെ പോരെ, ഈ ചെറുക്കനെ ആരെ മുമ്പ് നിൽക്കുന്നുള്ള ബോധം പോലും ഇല്ല. ഇനി അത് അച്ചു ആയിരിക്കും. ഓ
ഇത് ഓരോന്ന് കണ്ടുപിടിക്കുമ്പോഴത്തേക്ക് എനിക്ക് വല്ല ഭ്രാന്തം വന്ന് കുതിരോട്ടൊക്കെ കൊണ്ടിടേണ്ട അവസ്ഥ വരും മിക്കവാറും. ഇല്ല ഗീ ഇല്ല, അവൻ എന്റെയാ. ഓ പൊണ്ടോരം. ഞാൻ വിചാരിക്കും പോലെ ഒന്നും ഇല്ലാതിരുന്ന നിനക്ക് കൊള്ളാകി. ഇല്ലെങ്കിൽ ഞാനങ്ങ് എല്ലാം മറക്കും. ഓ ഇനി അവനോട് ഇതെങ്ങനെ പറയും? ഇന്ദ്ര, ഞാനൊന്ന് പുറത്തു പോവാ. ശരി എന്നാ. ആരാ കൂടെയാ? അഗിയുടെ കൂടെയാണോ? ബേസിക്കലി ഞാൻ ആരെ കൂടെ പോയാലും നിൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലാത്തതാണ്. പിന്നെ ഞാൻ പറഞ്ഞത് ഇറ്റ്സ് നോട്ട് എ പെർമിഷൻ, ജസ്റ്റ് ഒരു ഫോർമാലിറ്റി. ഇവിടെ തിരക്കി നടക്കണ്ടല്ലോ പട്ടിയെ പോലെ, അതുകൊണ്ട് വന്ന് പറഞ്ഞതേ ഉള്ളൂ ഞാൻ വെളിയിൽ പോവാന്ന്. അഗിയുടെ കൂടെ ആയാലും ഇനിയല്ല ഇനി വേറെ ബോയ് ഫ്രണ്ട്സിൻ്റെ ആയാലും അതൊന്നും കുഴപ്പമില്ല പറഞ്ഞത് നീ തന്നെയാണ്. നിനക്ക് ഇഷ്ടമുള്ള ആളൂടെ പോവാം, ഇഷ്ടമുള്ള ആളൂടെ എന്തും ചെയ്യാം, അതിലൊന്നിലും ഞാൻ ഇടപെടാൻ വരില്ല. പക്ഷെ തിരിച്ചും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓഫ് കോഴ്സ് നിൻ്റെ ഒരു കാര്യത്തിന് ഞാൻ ഇടപെടത്തില്ല, അതുപോലെ തന്നെ ആയിരിക്കണം ഇങ്ങോട്ട്. അപ്പോൾ ശരി, ബൈ. കിച്ചു നിക്ക്, നിന്റെ ഉദ്ദേശം എന്താ? നീ കിച്ചു അതൊക്കെ എന്റെ അപ്പോഴത്തെ ഒരു, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്നിട്ട് അങ്ങനെയൊക്കെ നിന്റെ ബിഹേവ് ചെയ്തെന്ന്, എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേന്നും. ഇനിയും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എന്നെ കൊല്ലാതെ പ്ലീസ്. ശരിയാ, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ചെയ്തിട്ടുണ്ട് കിച്ചു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. എനിക്ക് നീ വേണമെന്ന് തോന്നുക. അതെന്തുകൊണ്ടാന്ന് എനിക്കറിയില്ല, ഞാൻ കൺഫ്യൂസ്ഡ് ആണ്. ലവ് ആണോ അതോ പണ്ടത്തെ പോലെ വെറും സെക്സിന് വേണ്ടിയാണോ? ഐ ഡോണ്ട് നോ, ബട്ട് ഐ നീഡ് യു. എനിക്ക് വേണം, എന്റെ ബ്രദർ ആക്കി. ഐ നോ, അഗീന്നല്ല, ആരോടും നീ എത്ര ക്ലോസ് ആവുന്ന എന്നെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഐ മീൻ എന്നെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. യു ക്യാൻ അക്സെപ്റ്റ് ഇറ്റ് ഇന്ദ്രജിത്ത്. നീ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇതൊക്കെ തുടങ്ങി വെച്ചത് ഇന്ദ്ര തന്നെയാണ്, അല്ലാണ്ട് ഞാനല്ല. പിന്നെ അഗിയോട് മിണ്ടുന്നത്, അതിന് ഇന്ദ്ര മിണ്ടരുതെന്ന് പറഞ്ഞാലും ഞാൻ മിണ്ടും. വേറെ ആരോടും മിണ്ടുന്നത് അതല്ല, എൻ്റെ പേഴ്സണൽ ഇഷ്ടങ്ങളാണ്. അതിലൊന്നിലും ഇന്ദ്രജിത്ത് കയറി ഇടപെടാൻ വരണ്ട. പിന്നെ യു നീഡ് മീ, റൈറ്റ്? അതെന്തിനാന്ന് എനിക്കറിയാം. അത് പ്രണയമൊന്നുമല്ല, അധികം കൺഫ്യൂസ്ഡ് ആവണ്ട. ഇറ്റ്സ് ഓൺലി ഫോർ എ സെക്സ്, യുവർ ഫിസിക്കൽ ഫീലിങ്സ് തീർക്കാൻ വേണ്ടി മാത്രം. അതിനാണ് ഇപ്പം നിനക്ക് എന്നെ നീഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഞാൻ പോകുന്നത് ഏതായാലും അഖിലിൻ്റെ കൂടെ അല്ല, സമാധാനിക്കാം. ഇതെൻ്റെ പേഴ്സണൽ ആവശ്യമാണ്. ഇത് ചെയ്യേണ്ടതും എൻ്റെ മാത്രം ആവശ്യമായിപ്പോയി. ഞാൻ ഇങ്ങോട്ട് തന്നെ വരും, അല്ലാതെ നാടൊന്നും വിട്ട് പോകത്തില്ല, പേടിക്കണ്ട. ബൈ. കിച്ചു, ഇവനെന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കാത്തത്? ഇവന്റെ ഈ ക്യാരക്ടറാ വീണ്ടും എന്നെ പഴയ ഭ്രാന്തനാക്കുന്നത്. ഇവന് വേണ്ടിയാ ഞാൻ സെൻസിറ്റീവ് ആവുന്നത്, ഇവന് വേണ്ടിയാ ഞാൻ ചില സമയം ഭ്രാന്തനാവുന്നത്. എല്ലാം ഇവന് വേണ്ടിയാ. അതൊന്നും ഇവൻ മനസ്സിലാക്കാത്തെന്താ? ഇവനെന്താ എന്നെ മനസ്സിലാക്കാത്തത്? ഇവനെന്നല്ല, ആർക്കും ഇന്ദ്രിയ മനസ്സിലാവത്തില്ല, ആർക്കും. ഞാൻ എന്നെ കൊണ്ട് പറ്റണില്ല ഇവനില്ലാണ്ട്. എന്തിനാ ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? കാല് പിടിക്കാന്ന് പറഞ്ഞിട്ട് പോലും സഹിക്കുന്നില്ല ഈ അവോയ്ഡ്നെസ്. ഇതിങ്ങനെ വിട്ട പറ്റത്തില്ല. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. ആരെങ്കിലും എന്നോട് ഉണ്ടായിരുന്നെങ്കിൽ. അതൊന്നും പോലും എന്നെ മനസ്സിലാക്കുന്നില്ല. വേണ്ട, ആരും എന്നെ മനസ്സിലാക്കണ്ട. പക്ഷെ അതും അവനോട് ഞാൻ സോറി പറയണം. അവൻ എനിക്ക് പല വാണിംഗ് തന്നതാ, വേണ്ടെന്ന്. ശരിയാ, ആർക്കു വേണ്ടി നല്ലൊരു ഫ്രണ്ടിനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ആരോട് സോറി പറഞ്ഞില്ലെങ്കിൽ അവനോട് പറയണം.
ഓ, ഇതിപ്പോ കുറെ നേരമായാലും ഇയാൾ എന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അടുത്ത കിസ് അടിക്കാനുള്ള പ്ലാനും അല്ലാണെങ്കിൽ മൂക്കിയിട്ടിടിച്ചു വെക്കൂ. എങ്ങാനും ഇങ്ങനെ എന്നെ പ്രപ്പോസലാണ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊക്കെ പറയും. എന്തോ കുഴപ്പം, എനിക്കും ഇഷ്ടമല്ലേ. എന്തിനാ പിടിച്ചിരുത്തിയിരിക്കുന്നത്? ആദം, എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞേ? കാശി ലിസൺ, എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഫോർമലി അവതരിപ്പിച്ചൊന്നും അറിയത്തില്ല. സോ കാശി, ഞാൻ പറയാൻ പോകുന്ന കാര്യം, എക്സ്ക്യൂസ് മീ, സോറി ഫോർ ദി ഡിസ്റ്റർബൻസ്. വിരോധം അല്ലെങ്കിൽ കാശിയേട്ടൻ എൻ്റെ കൂടെ വരുമോ? എനിക്കൊരു സ്ഥലം വരെ പോകണം, ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. വന്നിട്ട് ബാക്കി കൊഞ്ചിക്കൊഴയാ. ക്യാൻ യു പ്ലീസ് കം വിത്ത് മീ? നീ എന്താണ് ഈ അപരിചിതരുടെ അടുത്ത് സംസാരിക്കും പോലെ? അതിനെന്ത് ഇത്ര ഫോർമാലിറ്റി? ഞാൻ നിന്റെ കൂടെ വരാതെ പിന്നെ ആരോടെ പോവാനാ? യാ, ഓഫ് കോഴ്സ് മൈ ഡിയർ ബ്രദർ. എന്നാ എൻ്റെ കാശിയേട്ടൻ വാ, ഡ്രസ്സ് ഒന്നും മാറണ്ട, ഇത് തന്നെ മതി, വാ. അപ്പം ആദം, സക്രിയ, ജോൺ, ഇച്ചായ, ഞങ്ങളൊന്നാ പോയിട്ട് വരട്ടെ. വന്നിട്ട് ബാക്കി പ്രസന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വാ. ഓക്കെ. എങ്ങനെയും പറഞ്ഞ് സെറ്റ് ചെയ്ത് വരുമായിരുന്നു. എന്തെല്ലാം അത്യാവശ്യം കാണും. പോയിട്ട് വരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കി പറയാം. എന്തായാലും നൈറ്റ് അവനെ പ്രപ്പോസൽ ചെയ്തേ പറ്റൂ. ഒരു കാര്യം ഉറപ്പാണ്, അവൻ എന്നോട് തിരിച്ചെന്തായാലും ഇഷ്ടമുണ്ട്. അതവൻ പറയാതെ തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ പ്രപ്പോസ് ചെയ്താൽ അവൻ എന്തായാലും ഓക്കെ പറയാൻ പോകുന്നത്. അതിനു മുമ്പേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് എനിക്കൊന്ന് മിണ്ടണം. ഇനി എന്തൊക്കെ തെറ്റിയെന്ന് പറഞ്ഞാലും ആ കുരുത്തം കെട്ടവനോട് പറയാത്തായിട്ട് ഒന്നുമില്ലല്ലോ ലൈഫിൽ. അപ്പോൾ പിന്നെ ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോൾ അതവനോട് പറഞ്ഞിട്ടാവാം. മേ ബി ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കാം ദൈവം ഈ പറയുന്ന കാര്യം ഇപ്പോൾ ലാഗ് അടിപ്പിച്ചത്. ഇന്ദ്രയോട് പറഞ്ഞിട്ട് നൈറ്റ് പറയാം, അപ്പോൾ കുറച്ച് ധൈര്യം കൂടെ കിട്ടും. ഇന്ദ്രയെ പോയി കാണാം ഇപ്പം തന്നെ, ടൈം ഒട്ടും കളയണ്ട. നിന്നെ ഞാൻ റൂമിൽ നോക്കിയായിരുന്നു, നീ ഇവിടെ നിൽക്കുമായിരുന്നു. എന്താ ഇതിന് മാത്രം ഇവിടെ നിന്ന് ആലോചിക്കാൻ മാത്രം? ഇനി അവനെ എങ്ങനെ വേദനിപ്പിക്കാന്നാണോ? അല്ല, എന്നെ ഒരുപാട് മനസ്സിലാക്കുന്ന, എൻ്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്നൊരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു. അവനെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു. ചെയ്തത് തെറ്റാന്നുള്ള ബോധമൊക്കെ ഉണ്ട്, പറയാൻ ന്യായങ്ങളും ഇല്ലല്ലോ. അതുകൊണ്ട് എന്ത് പറഞ്ഞ് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുമായിരുന്നു. ആലോചിക്കുമായിരുന്നു. അവൻ മനസ്സിലാക്കുമായിരിക്കും അല്ലേ? യാ, മേ ബി മനസ്സിലാക്കുമായിരിക്കാം. കയ്യിലിരിപ്പ് നല്ലതായിരുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ട്സും ആരെയും കളഞ്ഞിട്ട് പോകത്തില്ല. നമ്മുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങൾ കാണാം എന്നും പറഞ്ഞ് നമ്മൾ അനുഭവിച്ചതിൻ്റെയൊക്കെ പകരാവോ നമ്മൾ വേറൊരാളെ ദ്രോഹിക്കുമ്പോൾ? അങ്ങനെ തോന്നുന്നുണ്ടോ ഇന്ദ്രയ്ക്ക്? എടാ, അറിയാം. അത് പ്ലീസ്, നീയും കൂടെ എന്നെ ഒറ്റയ്ക്കാക്കല്ലേ. ഞമ്മളെ സൂയിസൈഡ് ചെയ്ത തെറ്റാ, അറിയാം. തെറ്റ് തന്നെയാ, ആർക്കും ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത തെറ്റാ. എന്റെ സമാധിയില തെറ്റിയിരിക്കുമായിരുന്നു. ഞാനെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എന്റെ അല്ലേ, ആരും വരില്ല എന്നൊരു സ്വാതന്ത്ര്യം എടുത്തതാ. അത് ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇത്ര വേദനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴും നീ നിന്നെ തന്നെയാ ഇന്ദ്ര ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അവന്റെ ഭാഗത്തുനിന്നോ അവൻ അനുഭവിച്ച വേദനയോ നീ ചിന്തിക്കുന്നില്ല. അവൻ നിന്റെയാ എന്നുള്ള ഈ ഭ്രാന്തമായ ചിന്തയാ നിന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. അവന് ചോദിക്കാനും പറയാൻ ആരും വരില്ല. ഇതൊക്കെയായിരുന്നു നിന്റെ വിചാരം. എന്നിട്ടിപ്പോൾ എന്തായി? കിട്ടിയതൊന്നും പോരാന്നുണ്ടോ നിനക്കിനിയും? ഇനിയെങ്കിലും നന്നായിക്കൂടെ ഇന്ദ്ര? എടാ, അവന്റെ ചേട്ട ഒരുത്തം വന്ന് എന്നെ അതും ചെയ്തിട്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് അവനെ ഞാൻ കളയാൻ തയ്യാറല്ല. ഐ നീഡ് ഹിം. എനിക്കവനെ വേണം എന്റെ ലൈഫ് ലോങ്, ആർക്കും കൊടുക്കാതെ, എന്റേത് മാത്രമായിട്ട്. ഇതുവരെ നോക്കിയതുപോലെയല്ല, എന്നെ കൊണ്ട് പറ്റുന്നതിലും ഒക്കെ ഉയരത്തിൽ വെച്ച് ഞാൻ അവനെ നോക്കും. എന്നെ പോലെ ഒരാൾക്ക് ഇങ്ങനെ എന്നെ
എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാളെ കിട്ടാൻ ഞാൻ പുണ്യം ചെയ്യണം. അതു അവനോടെല്ലാം എനിക്ക് പറയണം, എന്റെ പാസ്റ്റ് എല്ലാം പറയണം. അതിനുശേഷം അവനെല്ലാം അക്സെപ്റ്റ് ചെയ്താൽ മാത്രം അവൻ എന്റെ കൂടെ നിന്നാ മതി. ഇല്ലെങ്കിൽ ഞാൻ അവനെ ഒരിക്കലും ഫോഴ്സ് ചെയ്യില്ലടാ. ഇന്ദ്ര, എനിക്ക് നിന്നെക്കുറിച്ച് എല്ലാം അറിയാം, നിന്റെ പാസ്റ്റും പ്രസൻറ്റും എല്ലാം. പക്ഷെ ഫ്യൂച്ചറിൽ എന്താ നടക്കുന്നതെന്ന് നിന്നീ ഇപ്പം കാണിക്കുന്നത് പോലെ ഇരിക്കും. അത് നീ മറക്കണ്ട. പിന്നെ നിനക്കവനെ വേണമെന്നുള്ളതുകൊണ്ടല്ല, അവന് നിന്നെ വേണമെന്നുള്ളതുകൊണ്ടാ ഇത്രയൊക്കെ ആയിട്ട് അവൻ വീണ്ടും തിരിച്ചിങ്ങോട്ട് വന്നത്. അത് നീ മറക്കണ്ട. അവ ഒരുപാട് മാറിപ്പോയിട്ടുണ്ടായിരിക്കാം, പക്ഷെ അതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാന്ന് മാത്രം നീ ഓർത്താൽ മതി. ഞാനെല്ലാം പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്, എല്ലാം പറയുന്നത്. ആ ഫ്രണ്ട് ഇപ്പോഴും നീ തന്നെയാണ്. വേറെ ആരും എൻ്റെ ലൈഫിൽ ആ സ്ഥാനത്തോട്ട് വന്നിട്ടില്ല, ഞാൻ ആരെയും എനിക്ക് ഏറ്റത്തുമില്ല. അതുകൊണ്ട് തന്നെ നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് കാശി ഇഷ്ടമാണ്. അൺഎക്സ്പെക്റ്റഡായിട്ട് നടന്ന മാരേജാ, അറിയാം. പെട്ടെന്ന് കാട്ടിക്കൂട്ടി ഒരു റാഗിങ് കാരണോ ഇവിടം വരെ എത്തിയത്. എല്ലാം ശരിയാ, ഒരു കിസ്സ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഇന്ദ്ര, എനിക്ക് അവയില്ലാതെ ഒക്കത്തില്ല. എന്തോ അവൻ മിണ്ടാതെയൊക്കെ നടക്കുമ്പോൾ വലിച്ചു കീറുന്ന വേദനയാടാ. ഞാൻ അവനോട് പറയാൻ പോയിന്ന്. ഇപ്പോൾ അവൻ കിച്ചുവിൻ്റെ കൂടെ പുറത്തു പോയേക്കുവാ. പോയിട്ട് വന്നുടനെ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എന്തോ ആരോട് പറഞ്ഞില്ലെങ്കിലും ഇത് നിന്നോട് പറയണമെന്ന് തോന്നി, അതാ പറഞ്ഞത്. ആഹാ, ഗ്രേറ്റ് ഐഡിയ മാൻ. ഇന്ന് തന്നെ ചെയ്തോ, വച്ച് താമസിപ്പിക്കണ്ട. അവൻ നല്ലവനാടാ. എന്നോട് ഇത്തിരി ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാത്ത പക്ഷം കിച്ചുവും കാശിയും അച്ചുവൊക്കെ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരാ. സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന കണ്ടാൽ തന്നെ കൊതിയാവില്ലേ നമുക്ക്? യു ആർ സോ ലക്കി കാശിയെ പോലൊരു പാർട്ട്ണറെ കിട്ടിയതിന്. നീ ധൈര്യമായിട്ട് പറഞ്ഞോ, എനിക്ക് ഉറപ്പാ അവന് നിന്നെ തിരിച്ചിഷ്ടാന്ന്. ഉറപ്പാന്നല്ല, അത് ഓൾറെഡി എനിക്ക് അറിയാന്നുള്ള കാര്യം തന്നെ. അവനെന്നെ ഇഷ്ടമാണ്. ഇനി ഞാൻ പറയുമ്പോൾ അവൻ തിരിച്ചൊന്ന് ഓക്കെ ഒന്ന് മൂളിയാൽ മതി, പിന്നെ ഞങ്ങളുടെ ലൈഫാടാ. ഏതായാലും കിച്ചു തിരിച്ചു വന്നേക്കാം. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല. ഇല്ലയെന്ന് പറഞ്ഞാൽ കള്ളാവും, ഉണ്ട്. അങ്ങനെ ഒരു അപ്പാവി നീ അങ്ങനെയൊക്കെ ചെയ്തതിന്. പക്ഷേ ഇനിയെങ്കിലും നീ അവൻ്റെ സ്നേഹം കണ്ടില്ല എന്നടിക്കരുത്, വെറുതെ മിസ്യൂസ് ചെയ്ത് കളയരുത്. ഇനിയും നീ അത് കണ്ടില്ല എന്നടിച്ചാൽ നീ അവനെ ഡിസേർവ് ചെയ്യുന്നില്ലെന്ന് എന്നെ അങ്ങ് വിചാരിക്കും. അതായത് നീ അവനെ അർഹിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് അവനെ അറിഞ്ഞ് സ്നേഹിക്കാൻ നോക്കിനിയെങ്കിലും നിൻ്റെത് മാത്രമായിട്ട് നിർത്താൻ നോക്ക്, കൂട്ടുകാർക്ക് കൂട്ടിക്കൊടുക്കാതെ. അത് ആര് പറഞ്ഞാലും ഞാൻ സഹിക്കും, പക്ഷെ നീ അത് പറയരുത്. എനിക്കിത് ആരോടെങ്കിലും ഒക്കെ പറയണം. എടാ, അന്ന് സണ്ണിന്ന് വീട്ടിൽ വന്നത് ഇതിനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഓക്കെ ഫൈൻ, വീട്ടിൽ കയറും. ഇവിടെ അടുത്ത് സൈറ്റിൽ വരുമ്പോ കിച്ചു ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനെന്ന് എന്നോട് പറഞ്ഞോളൂ. ഹിവന്മാര് വീട്ടിൽ വന്ന് ഇമാതിരി വേലത്തരം കാണിക്കുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. നിനക്കറിയോ, അന്ന് രാത്രി ഞാൻ അവനെ പോയി എടുത്തിട്ട് അടിക്കുകയും ചെയ്തു. എന്നിട്ടും അഗിയുടെ മുമ്പിൽ താന്നു കൊടുക്കാൻ വയ്യാത്തുണ്ടാ ഞാനന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷെ എനിക്കറിയത്തില്ല, ഞാനായിട്ട് തന്നെയാ ഇങ്ങനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ആയി കുറ്റം പറയാനും പറ്റത്തില്ല. ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടതാ. പക്ഷെ ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടുണ്ട് കൊടുക്കാനും തരാനൊക്കെ. പക്ഷെ അവനൊരാൾക്ക് ഷെയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റൊരാളുടെ കൂടെ അവനൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും അത് എന്നെ കൊണ്ട് പറ്റില്ല. ബിക്കോസ് ഹീസ് മൈൻ, അവൻ എന്റെയാ. അത് എനിക്കറിയത്തില്ലടാ, ഞാൻ കൺഫ്യൂസ്ഡാ. അത് അവനോട് പറഞ്ഞപ്പോ എനിക്കറിയത്തില്ല. നീയാ ഈ മണ്ടത്തരമൊക്കെ കാണിക്കുന്നേ. നീ എന്നാ അത് അഖിലേട്ടനോട് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? എത്ര പേര് മുമ്പിലാന്നറിയോ ഇപ്പൊ നീ തെറ്റുകാരൻ? എല്ലാവർക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം അതാ, നീ അവന്മാർക്ക് അവനെ കൂട്ടിക്കൊടുക്കാൻ നോക്കി എന്നുള്ളത്. ഇപ്പോഴും എല്ലാവരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നീ കൺഫ്യൂസ്ഡ് ഒന്നും അല്ല.
നിനക്കവനെ ഇഷ്ടമാണോ? അറിയില്ല, അതോ ഇഷ്ടാണോ അതോ വെറും ഓപ്പൺ ആയിട്ട് പറയാമല്ലോ, വെറും സെക്സിന് വേണ്ടിയാണോ അതോ ഒരു ഭ്രാന്താണോ? ഇൻക്ലൂഡിങ് യു. നിന്നോട് പോലും അവൻ മിണ്ടുന്ന എനിക്ക് ഇഷ്ടമല്ല, അജിയോട് മിണ്ടുന്ന ഇഷ്ടമല്ല, ആരോടും അവൻ അത്ര ക്ലോസ് ആവുന്ന എനിക്ക് പിടിക്കുന്നില്ല. അവന് എനിക്കറിയത്തില്ല, അവൻ എന്റേത് മാത്രമെന്ന് അകത്തിരുന്ന് ആർക്കും അല്ല തല്ലി പറയും പോലെ ഒരു സിറ്റുവേഷനാണ് ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിഞ്ഞൂടാ. ഇന്ദ്ര, ഒന്നുമില്ല. നീ ആസിയോടുള്ള പ്രണയം, അതിൻ്റെ ഇടയിൽ കൂടെ കിച്ചു നിൻ്റെ ലൈഫിലോട്ട് വന്നത്, ഇത് രണ്ടും കൂടെ മിങ്കിളായി ഒരു അവിയൽ പരുവത്തിൽ നിൻ്റെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് നിനക്ക് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുന്നത്. എടാ, ഇതൊക്കെ തന്നെയാണ് പ്രണയം എന്ന് പറയുന്നത്. എടാ, പലർക്കും പലരോടും പല രീതിയിലായിരിക്കും പ്രണയം തോന്നുന്നത്. അങ്ങനെയല്ല, പലരും എക്സ്പ്രസ് ചെയ്യുന്ന രീതികൾ പല രീതിയായിരിക്കും. നിനക്ക് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കാം. നിനക്കത് പുറത്ത് കാണിക്കാൻ അറിയത്തില്ല. അത് ഒരുതരം കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ. ആസി ഒരു വശത്ത്, കിച്ചു ഒരു വശത്ത്, ഇതെല്ലാം കൂടെ ആയപ്പോൾ നീ ആകെ കൺഫ്യൂസ്ഡാ. ആരുടേതാ ട്രൂ ലവ്, ആരുടേതാ ട്രൂ ഫീലിങ്സ്, ആരുടേതാ നിനക്കുള്ള ഫീലിങ്സ്, ഇതൊക്കെ അറിയാഞ്ഞിട്ട്. അല്ലാണ്ട് വേറൊന്നുമല്ല. നീ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി. നിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് കിച്ചുവാ. അത് നീ മറക്കരുത്. ആസിയല്ല, അത് നിൻ്റെ പാസ്റ്റാ, വെറും പാസ്റ്റ്. നീയായിട്ട് തന്നെ നിൻ്റെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞൊരു പാസ്റ്റ്. അത് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കണ്ടല്ലോ. അറിയാടാ, ബട്ട് സ്റ്റിൽ ഐ ലവ് ഹിം. ഒന്നും അറിയാതൊരു പൊട്ടനെ പോലെ അവനെന്നെ അത്രയ്ക്ക് ഇഷ്ടാടാ. ഇപ്പോഴും മണ്ടനാക്കിയത് ഞാനല്ലേ അവനെ എല്ലാ രീതിയിലും. അവനോട് കാണിച്ച ചതി പോലെ ഞാൻ ഈ ലോകത്ത് ആരോടെങ്കിലും കാണിച്ചിട്ടുണ്ടോ? ഞാനൊരു കാലത്തും ഗതി പിടിക്കില്ല. അതും അങ്ങനെയൊന്നും ഇല്ലടാ. എടാ, ഒന്ന് പോകുന്നത് അതിനേക്കാൾ നല്ലത് കിട്ടാൻ വേണ്ടിയിട്ടാ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആസി നീയായിട്ടുള്ള റിലേഷൻ ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നിനക്ക് കിട്ടിയതെന്താ? എടാ, ആസി സ്നേഹിച്ചതിൻ്റെ 1000 മടങ്ങാ നിന്നെ കിച്ചു സ്നേഹിക്കുന്നത്. ആസിക്ക് നീ ഇല്ലെങ്കിലും പറ്റും, പക്ഷെ കിച്ചുവിന് അങ്ങനെയല്ല. നീയാ അവൻ ശ്വസിക്കുന്ന ശ്വാസം പോലും നീയാന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരുത്തനാ അത്. നീ എന്ന് പറഞ്ഞ ഭ്രാന്താ. അന്ന് അകി പറഞ്ഞ കേട്ടോ. വെറും ഒരു 10ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനീന്ന് തുടങ്ങിയതാ അവന് നിന്നോടുള്ള പ്രണയം. അത് നീ പോലും അറിയാണ്ട്. എടാ, ഒരാളെ ഒന്നും അറിയാണ്ട് ഇങ്ങനെ പ്രണയിക്കാൻ പറ്റുമെങ്കിൽ അത് എന്തുമാത്രം ആഴ്ന്നൊരു പ്രണയമായിരിക്കും നിന്നോട്. നീ തന്നെ ആലോചിച്ച് നോക്ക്. അത് നീ കണ്ടില്ല, നടിക്കരുത് ഇന്ദ്ര ഇനിയും. ഇല്ലടാ, ഇനി ഇന്ദ്രയുടെ ലൈഫിൽ ഇന്ദ്രയ്ക്ക് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അത് കാളിദാസ് തന്നെ ആയിരിക്കും. അത് ഇന്ദ്രയുടെ മരണം വരെ, ലൈഫ് ലോങ് ഇന്ദ്രയുടെ കൂടെ കാളിദാസ് കാണും, ഉറപ്പാ. കാരണം ഒരു പക്ഷെ ഞാൻ കൺഫ്യൂസ്ഡ് ആയിരിക്കാം, ബട്ട് ഐ നോ ഐ ലവ് ഹിം. എനിക്ക് അവനെ ഇഷ്ടമാണ്. ഒരുപക്ഷെ ആസിമിനോട് തോന്നിയേക്കാളും 10 ഇരട്ടി. അറിയില്ല, ഒരുതരം ഭ്രാന്താ എനിക്ക് അവനോട്. എല്ലാ രീതിയിലുള്ള ഭ്രാന്ത്, അടങ്ങാത്ത ഭ്രാന്ത്. അവൻ ആർക്കും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഏതായാലും നീ നിന്റെ ലൈഫിൽ ഒരു ബെസ്റ്റ് തീരുമാനം എടുത്ത ദിവസമല്ലേ. ഇന്ന് തന്നെ ഞാനും ആ തീരുമാനം എടുക്കാൻ പോവാം. അവനെ ഇനി ഒരിക്കലും ഞാൻ വേദനിപ്പിക്കില്ല. ലൈഫ് ലോങ് ഞാൻ അവൻ്റെ കൂടെ കാണും. ഇത് ഞാനാ പറയുന്നത്.